ആദ്യ സിനിമ നിരാശപ്പെടുത്തിയെങ്കിലും പാട്ടിന്റെ ലോകം ഈ ഗായകനെ കൈവിട്ടില്ല. പന്തളം ബാലന്റെ ശബ്ദമാധുരിയിൽ നിരവധി നാടകഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഉത്സവഗാനങ്ങളുമെല്ലാം കൈരളി ഒരുപാട് കേട്ടു. മികച്ച ഒരുപാട് ഗാനങ്ങൾ സ്വന്തമായി ഉണ്ടായിട്ടും അതിനൊത്ത പ്രശസ്തി ഈ ഗായകന് ആ രംഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇതിനിടയ്ക്കൂടെ എനിക്ക് മറ്റൊരു ചാൻസ് ഉണ്ടായിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ അന്ന് വളരെ തരങ്കിണി, രഞ്ജിനി, സെഞ്ച്വറി ഇങ്ങനെ 2-3 കാസറ്റ് കമ്പനികൾ മാത്രമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. വളരെ അവിചാരിതമായിട്ട് ഞാൻ പന്തളം സ്വദേശിയാണ്. എൻ്റെ അടുത്ത സ്വദേശത്ത് ഉള്ള ഒരു രവി പടിക്ക വീട്ടിൽ എന്ന് പറയുന്നതാണ്. അദ്ദേഹം അന്ന് കേരളത്തിലെ പ്രശസ്തമായ കാസറ്റ് കമ്പനിയായ രഞ്ജിനി കാസറ്റിൻ്റെ മാനേജറായിരുന്നു. ഒരു സുപ്രഭാതം ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറുതാണ്. പെട്ടെന്ന് ഇങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും പന്തളത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വരികയും താങ്കൾക്ക് ഞാനൊരു ഓഫർ തരികയാണ് രഞ്ജിനി കാസറ്റിലേക്ക് പാടുവാൻ. അപ്പോൾ ആ സമയം വരെയും രഞ്ജിനി കാസറ്റിൽ പാടിക്കൊണ്ടിരുന്ന എം ജി ശ്രീകുമാറാണ്. അപ്പം അദ്ദേഹവും ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ കാരണം എന്നെ അതിലേക്ക് ക്ഷണിക്കുകയും ഞാൻ ആ രഞ്ജിനി കാസറ്റിൽ പോയി പാടുവാൻ അന്ന് കന്നി അയ്യപ്പൻ എന്ന് പറയുന്നൊരു കാസറ്റ് ആദ്യത്തെ കാസറ്റ് കന്നി അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പ ഭക്തിഗാനമായിരുന്നു. അതിലേക്ക് അതിൻ്റെ സംഗീതം ചെയ്തത് പ്രശസ്ത സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസ് ആയിരുന്നു. അപ്പം എന്നെ അവർ കണ്ടപ്പോഴത്തേക്ക് എന്തോ എന്നെ ഇഷ്ടപ്പെടാത്തതാണ്. പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ എൻ്റെ പേരിലൊരു പുതുമയില്ല എന്ന് അവർ പറയുന്നു. പേരിൽ പുതുമയില്ല, ഒരു പ്രായമുള്ള പേര് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പന്തളം ബാലൻ എന്ന് മാറ്റി ബാലചന്ദ്രനാക്കി. അങ്ങനെ ഒരു 4-5 അവരുടെ 19 പാട്ടങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേണമെങ്കിൽ എനിക്ക് അവസരങ്ങളൊക്കെ തരാമായിരുന്നു. അതുപോലെ തന്നെ പലർക്കും അവസരങ്ങൾ തരാമായിരുന്നു. പക്ഷെ അവരാരും തന്നില്ല. ഞാനോട്ട് ചോദിക്കാനും പോയിട്ടില്ല. മറ്റ് ഗാനമേള ട്രൂപ്പുകളുമായി സഹകരിക്കുന്ന കാലത്ത് പന്തളം ബാലന് ഏറെയൊന്നും പാടാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഒരുപാട് പാട്ടുകാർക്കിടയിലെ ഒരു ഗായകൻ മാത്രമായിരുന്നു ഇദ്ദേഹം. ക്ഷണിക്കപ്പെട്ട ചില മ്യൂസിക് ട്രൂപ്പുകളിൽ നിന്ന് അപമാനവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ തിരസ്കാരങ്ങളാണ് സ്വന്തമായി ഒരു ഗാനമേള ട്രൂപ്പ് എന്ന ആശയത്തിലേക്ക് പന്തളം ബാലനെ എത്തിക്കുന്നത്. ഞാൻ ഈ ചെറിയ പ്രായത്തിലാണ് പാടി തുടങ്ങിയത്. ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ഗാനമേളയ്ക്ക് പാടിയത്. എങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഇൻസൾട്ടുകളൊക്കെ സഹിച്ച്, കാരണം ഞാൻ കേരളത്തിലെ ഞാൻ ട്രൂപ്പിൻ്റെ പേരൊന്നും പറയുന്നില്ല, കേരളത്തിലെ പ്രശസ്തമായ ഒരു ട്രൂപ്പിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി അവരുടെ 1-2 പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക്, ഞാൻ ഗാനപ്രവീണിന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് അവരുടെ പരിപാടിക്ക് എന്നെ വിളിച്ചു. പിന്നെ 10 ദിവസത്തെ ഡ്രസ്സുമായിട്ട് 10 ദിവസത്തെ കണ്ടിന്യൂസ് ചെയിൻ പ്രോഗ്രാമാണ്, അതിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഞാനിവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയം, ഹോസ്റ്റലിൽ നിന്ന് അന്ന് നമുക്ക് പൈസ ഒന്നും ഇല്ലാത്ത സമയമാണ്. കാരണം കോളേജിൽ പഠിക്കുന്നു, സ്വന്തമായിട്ട് ട്രൂപ്പൊന്നുമില്ല, വല്ലപ്പോഴുമാണ് പ്രോഗ്രാം. വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ പൈസയും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സമയത്ത് അപ്പം ഞാൻ ഈ 10 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ അന്നൊക്കെ വലിയ പാടുള്ള സമയമാണ്. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിൻ്റെ അവരൊക്കെ ആശ്രയിച്ചിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഷർട്ടുകളുമൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ സംഘടിപ്പിച്ച് 10 ദിവസത്തെ ഒരു തയ്യാറെടുപ്പോടുകൂടി ഞാൻ പിറവത്തായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് ആ പ്രോഗ്രാമിന് പോവുകയും ആ പ്രോഗ്രാമിന് ശേഷം എന്നെ അവിടുന്ന് ഇനി മുതൽ പാടണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് വിട്ട ആ ഒരു സാഹചര്യം, അതൊരു ഇൻസിഡൻ്റാണ്. കാരണം മ്യൂസിക് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഒരു വേദനയാണ്. ആ വേദനയും അത് കേരളത്തിലെ പ്രശസ്തമായ വേറെ ട്രൂപ്പാണ് കൊച്ചിൻ കലാഭവൻ. അവിടെ നിന്നും എനിക്കിതുപോലെ വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ എനിക്ക് കുറേ കൂടെ പാടണം എന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ കാലിബറിനനുസരിച്ചുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പന്തളത്ത് സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, മ്യൂസിക് കോളേജ് തിരുവനന്തപുരത്താണ്. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എനിക്കൊരു ട്രൂപ്പ് തുടങ്ങണം. ഞാൻ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പാടിക്കൊണ്ടുവരുന്ന പൈസകളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് സംഘടിപ്പിക്കുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റേതായ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ആ ജനം അത് 2 കൈ നീട്ടി സ്വീകരിച്ച്, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗാനമേളകൾ നടത്തിയ ശ്രീ ഇടവ ബഷീർ, ശ്രീ KG മാർക്കോസ് എന്നിവർക്ക് ശേഷം ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ ഗാനമേള നടത്തിയ ഒരാളാണ്.